നമസ്കാരം. ജ്ഞാനാമൃതധാര എന്ന ആത്മീയ ജാഗരണ പരിപാടി വീണ്ടും ഇതാ നിങ്ങൾക്ക് മുന്നിൽ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓം ശാന്തി എന്ന അഭിസംബോധനയുടെ അർത്ഥമറിയുവാൻ കുറച്ചുപേർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇന്നു നമ്മൾ ഓം ശാന്തി എന്ന മഹാമന്ത്രത്തിന്റെ അർത്ഥതലങ്ങളെ അറിയുവാൻ ശ്രമിക്കുകയാണ്. ശാന്തി നിറഞ്ഞ മനസ്സോടെ മറ്റെല്ലാം മറന്ന് അല്പസമയം ഏകാഗ്രമായി ശ്രദ്ധിക്കൂ ഈ ജ്ഞാനരത്നങ്ങൾ. ഓം ശാന്തി. ഓം എന്ന ശബ്ദം സാധാരണ പറയാറുണ്ട് ഓം പ്രണവ് മന്ത്രമാണ്. ഓം ധ്വനിക്ക് പല അർത്ഥങ്ങളുണ്ട്. സർവശ്രേഷ്ഠമായ ഒരു മീനിങ് ആണ് ഓം മീൻസ് ഐ എം എ സോൾ, ഞാൻ ആത്മാവാണ്. ഓം ശാന്തി മീൻസ് ഐ എം എ പീസ്ഫുൾ സോൾ, ഞാൻ ശാന്ത സ്വരൂപമായ ആത്മാവാണ്. അപ്പം നമ്മൾ ഓം ശാന്തി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ റിയൽ ഐഡൻറ്റിറ്റി വെളിവാക്കുകയാണ്. അപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുക താങ്കൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ രീതി നമുക്ക് എന്താ ഓർമ്മ വരിക? നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ പേര് പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ ആ പേര് പോലും നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ പേരാണ്, അല്ലേ? ഈ ശരീരം പോയാൽ ആ പേര് നമുക്ക് നഷ്ടമാകുകയാണ്. ഇനി ആ പേര് കിട്ടുന്നതിന് മുമ്പും കുട്ടിയായിട്ട് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമുക്ക് പേരില്ലല്ലോ, പേര് പിന്നീട് നമുക്ക് ഇടുന്നതല്ലേ. അപ്പോൾ പേരിടുന്നതിന് മുമ്പ് നമ്മളുണ്ട്, അല്ലേ? കാരണം ആ സമയത്ത് നമ്മളുടെ അസ്തിത്വം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം പേര് പോയാലും ശരീരം പോയാൽ പേര് പോയി, പക്ഷെ എന്നാലും നമ്മുടെ അസ്തിത്വം ആത്മാവ് നശിക്കുന്നില്ല. അപ്പം ശരിക്കും ഓം ശാന്തി എന്നതുകൊണ്ട് നമ്മൾ ഓം ശാന്തി പറയുന്നതിലൂടെ നമ്മൾ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ വെളിവാക്കുകയാണ്. ഞാൻ ആരാണ്? ആ അവയർനെസ്സിലേക്ക് നമ്മൾ ഉയരുകയാണ്. ഓം ശാന്തി അർത്ഥം ഞാൻ ആത്മാവാണെന്ന ബോധം. ഞാൻ ആത്മാവാണെന്ന ബോധത്തിനോടൊപ്പം ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ്? ആത്മാവ് എൻ്റെ സ്വധർമ്മം എന്താണ്? ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. അപ്പം അതിലൂടെ നമ്മൾ നമ്മളെ പരിചയപ്പെടുത്താണ്. അപ്പം ആരോട് നമ്മൾ ഓം ശാന്തി പറയണോ, അപ്പം അതൊരു ജസ്റ്റ് ഒരു ഗ്രീറ്റിംഗ് വേർഡ് അല്ല. ഹലോ ഹൗ ആർ യു പറയും പോലെ സിമ്പിളായിട്ട് നമുക്ക് ലൈറ്റായിട്ട് യൂസ് ചെയ്യാനുള്ളതല്ല, മറിച്ച് വിവേകപൂർണമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള ശബ്ദമാണ്. ഒരാളോട് നമ്മൾ ഓം ശാന്തി പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ അവയർനെസ് ഉണ്ടാകണം, ഞാൻ ആത്മാവാണ്, ആത്മീയ ഊർജമാണ്, ആത്മീയ ഊർജമായ ഞാൻ ശാന്തസ്വരൂപമാണ്. ഞാൻ ആരോട് സംസാരിക്കുന്നോ ഇതും ഒരാത്മാവാണ്, എൻ്റെ ആത്മസഹോദരനാണ്. ഈ ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തിയാണ്, പീസ്ഫുൾ ബീയിങ് ആണ്. ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓം ശാന്തി എന്ന് പറയുന്ന മഹാമന്ത്രം യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽ സ്വരം നമുക്ക് വായിക്കൊണ്ട് ഓം ശാന്തി എന്ന് ജപിക്കുന്നതിനേക്കാൾ ഉപരി അതിനും ജപിക്കുമ്പോഴും അതിൻ്റേതായ തീർച്ചയായിട്ടും മന്ത്രധ്വനികൾക്ക് അതിൻ്റേതായ ഒരു ശക്തി, ഒരു വൈബ്രേഷൻ, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ അതിനേക്കാൾ ഒരു പടി കൂടി ഉയർന്ന സ്റ്റെപ്പാണ് നമ്മൾ ഓം ശാന്തിയുടെ സ്വരൂപമായിട്ട് മാറുക. ഞാൻ ആത്മാവാണെന്നുള്ള അവബോധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ശാന്തസ്വരൂപമാണ്, ശാന്തിയാണ് എൻ്റെ സ്വധർമ്മം എന്നുള്ള ആ ബോധത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പരിവർത്തനം, ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ ഉണ്ടാകും.
ആ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രക്രിയ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അതാണ് ഈ അവബോധം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. കാരണം ആത്മാവിൻ്റെ സ്വധർമ്മം എന്ന് പറയുന്നത് ശാന്തിയാണ്, സ്വഭാവം, നമ്മുടെ സ്വന്തം ഭാവം, പീസാണ് അല്ലേ. സാധാരണ രീതി നിങ്ങൾക്കറിയില്ല, നമ്മളൊരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുകയാണ്. നോർമൽ ടെമ്പറേച്ചറിൽ വെള്ളം എത്ര സമയം വേണമെങ്കിലും അങ്ങനെ ഇരിക്കും അല്ലേ. അതേ വെള്ളത്തെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്താലത് വേപ്പറായിട്ട് നീരാവിയായിട്ട് മാറും. അതേ വെള്ളത്തെ കൊണ്ടുപോയി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ, ഫ്രീസറിൽ വെച്ചാൽ അത് ഐസാവും അല്ലേ. വെള്ളം ഹീറ്റ് ചെയ്ത വെള്ളത്തെ നീരാവിയായതിനു ശേഷം നീരാവിയെ നമ്മൾ തണുപ്പിച്ചാൽ വീണ്ടും അത് വെള്ളമായിട്ട് മാറും അല്ലേ. അതേപോലെ ഫ്രീസറിൽ വെച്ച് ഐസ് നമ്മളെടുത്ത് കുറച്ച് സമയം പുറത്ത് വെച്ച് അത് ഓട്ടോമാറ്റിക്കലി മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ടത് വീണ്ടും വെള്ളമായിട്ട് മാറും അല്ലേ. അപ്പോൾ വെള്ളം എന്ന് പറയുന്ന അവസ്ഥയിൽ നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ വെച്ചാൽ വെള്ളം എന്നുള്ള സ്ഥിതിയിൽ എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. പക്ഷെ ഹീറ്റ് ചെയ്ത് നീരാവിയായും തണുപ്പിച്ചാൽ ഐസ് കട്ടയാകും. എന്താ കാരണം? നോർമൽ ടെമ്പറേച്ചർ മീൻസ് വെള്ളത്തിൻ്റെ ഒറിജിനൽ ഫോം, വെള്ളത്തിൻ്റെ ഒറിജിനൽ സ്വഭാവം ലിക്വിഡ് ഫോമാണ്, ദ്രാവക രൂപമാണ്. അതുകൊണ്ട് ആ ലിക്വിഡ് ഫോമിൽ ദ്രാവക രൂപത്തിൽ എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. പക്ഷെ അത് ഖരരൂപം പ്രാപിച്ചു കഴിഞ്ഞാൽ, ഐസ് കട്ടയായാൽ അതിന് അധിക സമയം ഇരിക്കാൻ പറ്റില്ല. കാരണം വെള്ളത്തിൻ്റെ ഒറിജിനൽ ഫോം ഖരരൂപമല്ല, ദ്രാവക രൂപമാണ്. നീരാവിയായിട്ട് ബാഷ്പമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതും വെള്ളത്തിൻ്റെ ഒറിജിനൽ ഫോം അല്ല, അതിൻ്റെ ഒറിജിനൽ സ്വഭാവമല്ല. അതുകൊണ്ട് നീരാവിക്ക് എപ്പോഴും ഉള്ള ടെൻഡൻസി എന്തായിരിക്കും? വെള്ളമായി തീരാനുള്ള ടെൻഡൻസിയാണ്. അതുകൊണ്ടാണത് വെള്ളമായിട്ട് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം നീരാവി അല്ലെങ്കിൽ ഐസ് കെട്ട എന്നുള്ള അവസ്ഥയിൽ സ്റ്റെബിലിറ്റി ഇല്ല. സ്റ്റെബിലിറ്റി ഉണ്ടാകണമെങ്കിൽ അത് വെള്ളം എന്ന് പറയുന്ന ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചു പോകണം. ആ ഒറിജിനൽ ഫോമിൽ മാത്രമേ, ആ സ്വതസിദ്ധ സ്വഭാവത്തിൽ മാത്രമേ സ്റ്റെബിലിറ്റി ഉള്ള ഇതിന്. അതേപോലെ നമ്മൾ നമ്മളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും നമ്മുടെ സ്റ്റേബിൾ മൈൻഡഡ് പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് ആ ഒരു ഏകരസ അവസ്ഥയിൽ ഇളകാതിരിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ കഴിയുന്നത് പീസ്ഫുൾ സ്റ്റേജിലാണ്. ആ പീസ്ഫുൾ അവസ്ഥയിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. ശാന്തമായിട്ട്, സുഖമായിട്ട്, സന്തോഷമായിട്ട്, എനർജറ്റിക്കായിട്ട് എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. നമ്മൾ ഡിസ്റ്റർബ് ആകില്ല. അതേസമയം പീസ്ഫുൾ അവസ്ഥയിൽ നമ്മൾ ഇത്തിരി വ്യതിചലിച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദേഷ്യം വന്നാൽ, അശാന്തി ഉണ്ടായാൽ അധിക സമയം നമുക്ക് അശാന്തിയോടിരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നമ്മൾ നമ്മളെ ശാന്താക്കി മാറ്റാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറില്ലേ അല്ലേ. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ സ്ട്രെസ് ഉണ്ടായി, ടെൻഷൻ ഉണ്ടായി, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ദേഷ്യം വന്നു, അസ്വസ്ഥത വന്നു, ഉടനെ നമ്മൾ എന്താ ചെയ്യുക? ഏത് കാരണം നിമിത്തമാണോ അസ്വസ്ഥത ഉണ്ടായി അത് മറക്കാൻ വേണ്ടി മറ്റേതെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവും. ഒരു വ്യക്തിക്ക് മുന്നിലാണ്, അവരുടെ സ്വഭാവമാണ്, പെരുമാറ്റമാണ് നമ്മളെ അസ്വസ്ഥതാക്കിയെങ്കിൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ആളുടെ അടുത്ത് നിന്ന് മാറിപ്പോവും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പാട്ടുകൾ കേൾക്കും. അപ്പം നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ കാമാക്കാൻ, ക്വയറ്റാക്കാൻ, പീസ്ഫുള്ളാക്കാൻ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവും. കാരണം നമുക്ക് ആ അശാന്തമായിട്ട് അവസ്ഥ, അസ്വസ്ഥമായി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അവസ്ഥ, ടെൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ദേഷ്യപ്പെട്ട് ഇതൊന്നും നമുക്ക് അധിക സമയം ഇരിക്കാൻ പറ്റില്ല. കാരണം ഇതൊന്നും നമ്മുടെ ഒറിജിനാലിറ്റി അല്ല. നമ്മുടെ നാച്ചുറൽ നേച്ചറിലേ നമുക്ക് സ്റ്റെബിലിറ്റി ഉള്ളൂ. നാച്ചുറൽ നേച്ചറിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. അപ്പം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ നാച്ചുറൽ നേച്ചർ എന്താണ്? ഏത് സമയത്തും എത്ര സമയം വേണമെങ്കിലും നമുക്ക് പീസ്ഫുൾ ആയിട്ടിരിക്കാം. ആരെങ്കിലും പറയൂ എനിക്ക് ശാന്തി വേണ്ടേ, എൻ്റെ ശാന്തി ഒന്ന് പോയാൽ മതി, അങ്ങനെ നമ്മൾ ആരെങ്കിലും പറയൂ? ഇല്ലല്ലോ. എനിക്ക് ശാന്തമായിട്ടിരിക്കണം, സ്വസ്ഥമായിട്ടിരിക്കണം, സുഖമായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ്? സുഖം, ശാന്തി, ശക്തി, അനന്തം, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഒറിജിനാലിറ്റി, സ്വാഭാവിക സ്വഭാവം. അതാണ് നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. ഈ 7 കോർ വാല്യൂസാണ്. ആ സദോ ഗുണങ്ങളിലാണ് നമുക്ക് സ്റ്റെബിലിറ്റി. ആ സദോ ഗുണങ്ങളിൽ നമ്മൾ വ്യതിചലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ടെൻസ്ഡ് ആകാൻ തുടങ്ങും. ബാഡ് ഫീലിങ്സ് അപ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒന്നീ ദേഷ്യം, അല്ലെങ്കിൽ അശാന്തി, അല്ലെങ്കിൽ അഹങ്കാരം, അല്ലെങ്കിൽ അസൂയ, ഏതെങ്കിലും ബാഡ് ഫീലിങ്ങിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങും. നമ്മൾ നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവത്തിൽ നിന്നെപ്പോൾ വ്യതിചലിക്കുന്നു. അതാണ് നമ്മളെ സ്റ്റെബിലിറ്റി അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഇല്ലാതാക്കുന്നത്. ജീവിതത്തിലെ ഇംബാലൻസിങ് അവിടെ നിന്നാണ്
ആരംഭിക്കണം. അതുകൊണ്ട് നമുക്ക് സ്റ്റേബിളായിട്ട് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ നാച്ചുറാലിറ്റിയിലേക്ക് തിരിച്ചു വരണം. വെള്ളത്തിന് അതിൻ്റെ നാച്ചുറൽ ഫോമിൽ, വെള്ളം എന്ന് പറയുന്ന ദ്രാവക അവസ്ഥയിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി എന്നതുപോലെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അസ്വസ്ഥമാണ്, ദുഃഖിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാണ്. ദുഃഖത്തിലും അശാന്തിയിലും ദേഷ്യത്തിലും ടെൻസ്ഡായിട്ടുള്ള അവസ്ഥകളും ഒന്നും തന്നെ നമുക്ക് സ്റ്റെബിലിറ്റി തരില്ല. ആ അവസ്ഥയിൽ നിന്നെല്ലാം നമുക്ക് തിരിച്ചു വരാൻ, പീസ്ഫുള്ളായിട്ടിരിക്കാൻ, ലവ്ഫുള്ളായിട്ടിരിക്കാൻ, സുഖമായിട്ടിരിക്കാൻ, സ്വസ്ഥമായിട്ടിരിക്കാൻ, എനർജറ്റിക് ആയിട്ടിരിക്കാൻ, നമുക്ക് നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള നാച്ചുറാലിറ്റിയിലേക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസിയാണ് എപ്പോഴും ഉണ്ടാക്കുക. അതിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ നാച്ചുറൽ നേച്ചർ എന്ന് പറയുന്നത് പീസാണ്. അതുകൊണ്ടാണ് പറയാറുള്ളത്, നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും, പീസ് ഈസ് അവർ റിലീജിയൻ എന്നാണ് പറയുന്നത്. ശാന്തിയാണ് നമ്മുടെ ധർമ്മം, ശാന്തിയാണ് നമ്മുടെ മതം. അതുകൊണ്ടാണ് പറയണത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഒരു ജാതി, ഒരു മതം, ഒരു മതാർത്ഥം, നമ്മളെല്ലാം ഒരു റിലീജിയനിൽ പെട്ടവരാണ്. നമ്മുടെ എല്ലാവരുടെയും റിലീജിയൻ പീസ് ഈസ് അവർ റിലീജിയൻ. ശാന്തിയാണ് നമ്മുടെ ധർമ്മം, ശാന്തിയാണ് നമ്മുടെ മതം, സ്നേഹമാണ് നമ്മുടെ ധർമ്മം, സ്നേഹമാണ് നമ്മുടെ മതം എന്ന് പറയാറുണ്ട്. അപ്പം സ്നേഹവും ശാന്തിയുമാണ് എല്ലാ മനുഷ്യാത്മാക്കളുടെയും സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവം. നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ എന്ന് പറയുന്നത് പീസാണ്, ലവ് ആണ്, ഹാപ്പിനെസ് ആണ്. അപ്പോൾ സുഖവും ശാന്തിയും സന്തോഷവും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും എല്ലാം ചെയ്യണത്. എന്തെല്ലാം നെട്ടോട്ട് ഓടുന്നോ എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്, അല്ലേ? ശാന്തി കണ്ടെത്താനുള്ള നമ്മുടെ അലച്ചിലാണ്. പക്ഷെ എപ്പോഴും നമ്മൾ എന്തിനാ ശ്രമിക്കണേ? ശാന്തി കണ്ടെത്താൻ പുറത്തെവിടെയോ അന്വേഷിക്കുകയാണ്. ഓരോ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുക. കണ്ണ് അല്ലേ, എത്ര മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ആ ദൃശ്യങ്ങളിലൂടെ നമുക്ക് സുഖം കിട്ടുമോ, ശാന്തി കിട്ടുമോ എന്ന് നമ്മൾ നോക്കുകയാണ്. കാതുകളിന് ഇമ്പം പകരുന്ന വസ്തുക്കൾ കൊടുത്തിട്ട് നമ്മൾ അതിലൂടെ നമുക്ക് എത്ര സുഖം കിട്ടുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. നാവിന് ടേസ്റ്റ് ഉള്ളത് കൊടുത്തിട്ട് നമ്മൾ സുഖം കിട്ടുമെന്ന് അന്വേഷിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആനന്ദം കിട്ടുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏതെല്ലാം ഇന്ദ്രിയങ്ങളിലൂടെ, നമ്മുടെ കണ്ണാകട്ടെ, കാതാകട്ടെ, അല്ലെങ്കിൽ സ്പർശന സുഖാകട്ടെ, ഈ ശരീരത്തിലെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ, ഈ പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ ഏതെല്ലാം തരത്തിലെ സുഖം അല്ലെങ്കിൽ ശാന്തി അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നോ, കിട്ടുന്നുണ്ട് നമുക്ക് അല്പസമയത്തേക്ക്. പക്ഷേ സദാകാലത്തെ സുഖശാന്തി നൽകാൻ നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നല്ല ടേസ്റ്റുള്ളൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ ടേസ്റ്റോടെ കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ഫോൺ വരികയാണ്, നിങ്ങളുടെ ഇന്നാൾക്ക് ആക്സിഡൻ്റായി. അപ്പോൾ ഉടനെ എന്തായി? നമുക്ക് വായിൽ ആ വളരെ ടേസ്റ്റുള്ള ഭക്ഷണം വായിലിരിപ്പുണ്ട്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അനുഭവിക്കാൻ കഴിയൂ? ഇല്ല. കാരണം എന്താ? നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിൽ ഇൻഫർമേഷൻ വന്നു, എൻ്റെ ഇന്നാൾക്ക് അസുഖമാണ്. അപ്പോൾ എന്ത് ചിന്തയാണ് വരിക? ആക്സിഡൻറ്റ്, അല്ലേ? അപ്പോൾ ഉടനെ എന്ത് തോട്ട് വന്നോ അതിനനുസരിച്ച് നമ്മുടെ ടെൻഷൻ ഡൈവേർട്ടായി. പിന്നെ ഈ നാവിൽ കിടക്കുന്ന ആഹാരത്തിൻ്റെ ആനന്ദം, സുഖം, രുചിയെടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം സ്ഥൂലമായിട്ട് നമ്മൾ ഏത് ഇന്ദ്രിയങ്ങളിലൂടെ, കാഴ്ചയിലൂടെയോ കേൾവിയിലൂടെയോ സ്പർശനത്തിലൂടെയോ ടേസ്റ്റിലൂടെയോ ഏതിൽ നിന്ന് സുഖം അല്ലെങ്കിൽ ശാന്തി അല്ലെങ്കിൽ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നോ, അല്പസമയത്തേക്ക് തരാൻ പറ്റും, പക്ഷേ സദാകാലത്തേക്ക് തരാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ സദാകാലത്തേക്കുള്ള സുഖശാന്തിയുടെ ഉറവിടം ആത്മാവാണ്. ആത്മാവാണ്. ഞാൻ ശാന്ത സ്വരൂപമാണ്. ശാന്തിയാണ് ഞാൻ. ഞാൻ ശാന്തനാണ്. ശാന്തിയാണ് ഞാൻ. സ്നേഹമാണ് ഞാൻ. കാരണം ഞാൻ ആത്മാവാണ്. ഞാനാണ് സ്നേഹം. ഞാൻ ആത്മാവ്. ആത്മാവ് എന്നിലുള്ളത് സ്നേഹമാണ്. ആത്മാവ് എന്നിലുള്ളത് ശക്തിയാണ്, അനന്തമാണ്. ഈ ഒരു റിയലൈസേഷൻ നമ്മളിലേക്ക് തിരിയുക. അത് പണ്ട് പറയാറില്ലേ, സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫിനെ റിയലായിട്ട് മനസ്സിലാക്കും. റിയലായി നമ്മുടെ അകക്കണ്ണ്, ഞാൻ ആത്മാവാണെന്നുള്ള കണ്ണ് ആദ്യം തുറക്കണം. ആത്മനേത്രം തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിയലൈസേഷൻ ഉണ്ടാവും. ഏതിൻ്റെ? ആത്മനേത്രം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആത്മ അനുഭൂതി. ഒന്ന് റിയലൈസേഷൻ, ആത്മാവാണെന്നുള്ള അറിവ്. ആ അറിവ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആത്മാവിൻ്റെ അനുഭൂതി, ആത്മാവിലുള്ളതെന്താ? ശാന്തിയുടെ അനുഭൂതി, സ്നേഹത്തിൻ്റെ അനുഭൂതി, ശക്തിയുടെ അനുഭൂതി, ശുദ്ധിയുടെ അനുഭൂതി. ഈ 7 ഗുണങ്ങളുടെ, സദോ ഗുണങ്ങളുടെ അനുഭൂതി നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പണ്ട് മഹാന്മാർ പറയുന്നത്, നിങ്ങൾ ശാന്തി തേടി പുറത്തല്ലേണ്ട, ശാന്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്.
ശാന്തി പുറത്തലഞ്ഞാൽ കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടില്ല? ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ? പണ്ട് കസ്തൂരിമാൻ്റെ കഥ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കസ്തൂരിമാൻ എപ്പോഴും എന്താ ചെയ്യുക? കസ്തൂരിയുടെ സുഗന്ധം തേടിയിട്ട് ഓരോ മരച്ചൂടുകളിലും പറക്കെട്ടുകളിലും രാവിലെ മുതൽ വൈകുന്നവരെ അലഞ്ഞ് നടക്കും. എവിടുന്നോ മണം വരുന്നുണ്ട്, അത് എവിടുന്നാണെന്ന് തേടിയത് നടന്നുകൊണ്ടേയിരിക്കും. ക്ഷീണിക്കുമ്പോൾ എവിടെയെങ്കിലും കിടക്കും, വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കും, വീണ്ടും ഉണർന്നു കഴിഞ്ഞാൽ കസ്തൂരിയുടെ ഗന്ധം തേടിയിട്ട് നടക്കും. പക്ഷെ അതിന് കണ്ടെത്താൻ കഴിയൂ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ അത് മൃഗമാണ്, അതിന് തിരിച്ചറിവില്ല എൻ്റെ നാഭിയിൽ നിന്നാണ് ഈ കസ്തൂരിയുടെ സുഗന്ധം വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെയല്ലേ നമ്മുടെ അവസ്ഥ? നമ്മൾ മനുഷ്യരും രാവിലെ മുതൽ നെട്ടോട്ടാണ്. ചോദിച്ചാൽ എന്തിനാ ഓടണേ? സുഖമായിട്ട് ജീവിക്കാൻ, സന്തോഷമായിട്ടിരിക്കാൻ, ശാന്തമായിട്ടിരിക്കാൻ. സുഖത്തിനും ശാന്തിക്കും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. ആർക്കൊന്നിനും സമയമില്ല, എല്ലാവരും ഓടുക അല്ലേ? പക്ഷെ വൈകുന്നേരം നമ്മൾ വന്ന് കിടക്കാൻ നേരം നോക്കൂ, നമ്മൾ എത്ര പീസ്ഫുള്ളായിട്ടാണ് ഉറങ്ങണേ, എത്ര ശാന്തമാണ് നമ്മുടെ മനസ്സ്, എത്ര സ്വസ്ഥമാണ് നമ്മുടെ മനസ്സ്. എത്രത്തോളം രാവിലെ മുതൽ വൈകുന്നത് വരെ നമ്മൾ ആരോടൊപ്പം ഇടപഴകിയോ അവരോട് സ്നേഹമായിട്ട്, സ്വസ്ഥമായിട്ട്, ശാന്തമായിട്ട് പെരുമാറാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്? ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ സുഖവും ശാന്തിയും നമ്മൾ നന്യമായ ഒരു വസ്തുവാണ്. അതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യണം. എന്തെല്ലാമോ വെട്ടിപ്പിടിക്കുന്നതിലൂടെ നമുക്ക് സുഖശാന്തി കിട്ടുന്നൊരു തോന്നലാണ് നമുക്കുള്ളത്. പക്ഷെ അതൊരു മരുപ്പച്ച പോലെ നമ്മൾ നകന്നകന്ന് പോവുക. അതുകൊണ്ടാണല്ലോ ഇന്ന് എല്ലാ സാധനങ്ങളും കൂട്ടിവെച്ചിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ആരുടെ പക്കലുണ്ടോ, എല്ലാ സൗകര്യങ്ങളും ആരുടെ പക്കലുണ്ടോ അവർക്കാണ് കൂടുതൽ അശാന്തി, കൂടുതൽ ദുഃഖം, കൂടുതൽ ടെൻഷൻ, കൂടുതൽ അസ്വസ്ഥതകൾ അല്ലേ? അപ്പം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? കേവലം ഭൗതിക സൗകര്യങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് സുഖമോ ശാന്തിയോ സദാകാലത്തേക്ക് കിട്ടില്ല. സൗകര്യങ്ങൾ വേണം, തീർച്ചയായിട്ടും ജീവിക്കാൻ വേണം. കർമ്മക്ഷേത്രത്തിലിരിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുണ്ട്, ഉപയോഗിക്കാം. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ സുഖത്തിൻ്റെ ആധാരം. എന്നാൽ സുഖവും ശാന്തിയും സന്തോഷവും ഇത് ആത്മാവിൻ്റെ ഒറിജിനൽ നേച്ചറാണ്. ശാന്തിക്കു വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ ശാന്തി പാടെ നഷ്ടമായി ഉറക്കം പോലുമില്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഈ കാലഘട്ടത്തിൽ. ഈ അവസരത്തിലാണ് ഭഗവാൻ നമുക്ക് ഈ സത്യമായ ജ്ഞാനവും ആ ജ്ഞാനത്തിന്റെ പ്രയോഗവും പകർന്നു നൽകുന്നത്. ഇനി ഇന്നത്തെ പ്രയോഗശാലയിലേക്ക്. ആത്മാവായ ഞാൻ ശാന്തസ്വരൂപമാണ്, സ്നേഹസ്വരൂപമാണ്. ഈ 7 ഗുണങ്ങളുടെ നിത്യേനയുള്ള അഭ്യാസം, ഈ അഭ്യാസമാണ് നമ്മളെ സദോഗുണി സംസ്കാരത്തിലേക്ക് ഉയർത്തുന്നത്. ആ സദോഗുണി സംസ്കാരമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ പ്രോപ്പർട്ടി, അവിനാശിയായ സ്വത്താണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു അഭ്യാസം ചെയ്യാം. ഞാൻ സ്നേഹസ്വരൂപമാണ്, സ്നേഹമാണ് എൻ്റെ ധർമ്മം. കാരണം നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണ്, നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും സ്നേഹസ്വരൂപ ആത്മാക്കളാണ്, നമ്മുടെ തന്നെ സഹോദരാത്മാക്കളാണ്. അപ്പോൾ ആരോട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പുണ്ടോ? ആ വെറുപ്പ് നമ്മളെ വിട്ടുപോകാൻ സ്നേഹമാണ്, ഞാൻ സ്നേഹസ്വരൂപമാണ്, ആ പ്രാക്ടീസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വെറുപ്പിനെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കും. മറ്റുള്ളവരെ പ്രതിയുള്ള നമ്മുടെ കാഴ്ചപ്പാടും അത് തന്നെയായിരിക്കണം. എൻ്റെ ചുറ്റുപാട് എത്ര ആത്മാക്കളുണ്ടോ എല്ലാവരും സ്നേഹസ്വരൂപരായ ആത്മാക്കളാണ്. ഞാൻ സ്നേഹസ്വരൂപ ആത്മാവാണ്, എന്നോടൊപ്പം ഉള്ളവരെല്ലാവരും സ്നേഹസ്വരൂപരായ ആത്മാക്കളാണ്. ആ ഒരു സ്നേഹത്തിൻ്റെതായ ദൃഷ്ടികോണിൽ ഇന്നത്തെ ദിവസം ആരോടെല്ലാം ഇടപഴകുന്നു എല്ലാവരെ പ്രതി, ആര് എങ്ങനെയുള്ളവരായിക്കോട്ടെ, ആര് നമ്മളോട് എങ്ങനെ പെരുമാറിയാലും, ഏത് തരത്തിൽ ഇന്നത്തെ ദിവസം നമ്മളോട് ഇടപഴകാൻ വന്നാലും, എങ്ങനെയുള്ള വാക്കുകൾ പറയുകയാണെങ്കിലും, ഇന്നത്തെ ദിവസം നമ്മുടെ ഉള്ളിൽ ഒരു വ്രതം പോലെ, ഇന്ന് രാവിലെ മുതൽ ഒരു വ്രതം പോലെ നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു സങ്കല്പം എടുക്കണം. ആരെങ്ങനെ പെരുമാറിയാലും ഞാൻ സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറും. കാരണം ഞാൻ സ്നേഹസ്വരൂപാത്മാവാണ്. എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നവർ ഓരോരുത്തരും സ്നേഹസ്വരൂപാത്മാക്കളാണ്. ആ ഒരു വ്രതത്തിൻ്റെ ദൃഢസങ്കല്പം, അതാണ് നമ്മുടെ വ്രതം. ആ ഒരു അഭ്യാസം ഇന്ന് നമുക്ക് എല്ലാവർക്കും ചെയ്യാം. തൻ്റെ മാനസികാവസ്ഥയെ ഏതു സാഹചര്യത്തിലും ശാന്തിയും സ്നേഹവും നിറഞ്ഞതാക്കി വയ്ക്കുക എന്നതും ഒരു കലയാണ്. മനസ്സിൽ ശാന്തി നിറയുമ്പോൾ ശരീരം ഊർജ്ജസ്വലമാകുന്നു, ആരോഗ്യമുള്ളതുമാകുന്നു. ഇന്ന് ധ്യാന പരിശീലനത്തിൽ ആത്മാവിലെ ശാന്തിയെ
ശരീരത്തിലേക്ക് ഒഴുക്കുന്ന അനുഭൂതി നമുക്കൊന്നു വരാം. നട്ടെല്ല് നിവർന്നിരുന്ന് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ദർശിക്കുക. ഒപ്പം ഒന്നും തന്നെ ഏറ്റുപറയരുത്. നിശബ്ദമായിരുന്ന് ഇനി കേൾക്കുന്ന നിർദ്ദേശങ്ങൾക്കൊപ്പം ചിന്തകളെ സഞ്ചരിപ്പിക്കുക. ഓം ശാന്തി. ഞാൻ അന്തരാത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര ചെയ്യുകയാണ്. ഞാൻ എന്നെ നിരീക്ഷിക്കുകയാണ്. ഞാൻ ശാന്തസ്വരൂപമായ ആത്മാവാണ്. ഭ്രൂമധ്യത്തിൽ കുടികൊള്ളുന്ന ഞാൻ അതിസൂക്ഷ്മമായ പ്രകാശകണം. ശാന്തനാണ് ഞാൻ. ശാന്തസ്വരൂപ ആത്മാവാണ് ഞാൻ. ശാന്തിയാണ് എൻ്റെ സ്വധർമ്മം. ശാന്തതയാണ് എൻ്റെ സ്വഭാവം. ഞാൻ ശാന്തനാണ്. ശാന്തിയുടെ സുഖം ഞാൻ അനുഭവിക്കുന്നു. ശാന്തിയുടെ തരംഗങ്ങൾ ഭ്രൂമധ്യത്തിൽ നിന്ന് എൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ച് തലച്ചോറും പഞ്ചേന്ദ്രിയങ്ങളും ശരീരം മുഴുവൻ ശാന്തിയുടെ ശീതള പ്രകാശം. ഓരോ അംഗങ്ങളെയും ശാന്തവും ശീതളവുമാക്കുന്നു. ഇന്ന് ശ്രീമതത്തിൽ പരമാത്മാവ് ജീവാത്മാക്കൾക്കു നൽകുന്ന ഉപദേശ സാരാമൃതം എന്താണെന്ന് നമുക്ക് കാണാം.
ശാന്തിയുടെ ശക്തി മനസ്സിനും ശരീരത്തിനും നവോന്മേഷം നൽകുന്നു. ഇതുതന്നെയാണ് ആത്മീയ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ആധാരം. ഇനി നമുക്ക് കാണാം അനുഭവരത്നങ്ങൾ. എൻ്റെ പേര് രാധ എന്നാണ്. തിരുവനന്തപുരത്ത് കരുമത്താണ് എൻ്റെ സ്ഥലം. ഞാൻ ജ്ഞാനത്തിൽ വന്നിട്ട് 15 വർഷത്തോളമായി. ജ്ഞാനം കിട്ടുന്നതിന് മുമ്പ് എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞാൻ വളരെയേറെ ദുഃഖം അനുഭവിച്ചിരുന്നു. കുടുംബത്തിലും ഭയങ്കര അല്ലലായിരുന്നു. ജോലി നോക്കുന്നിടത്തും എനിക്ക് മാനസികമായിട്ടൊരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ അവിചാരിതമായിട്ട് എനിക്ക് ജ്ഞാനം കിട്ടാൻ ഒരു സാഹചര്യം ലഭിച്ചു, ഭഗവാൻ തന്നു. ആ ജ്ഞാനം കിട്ടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്നിലൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ആ അനുഭവത്തോടു കൂടി തന്നെ എൻ്റെ സഹപ്രവർത്തകരെ അതിന് വേണ്ടിയിട്ട് വരാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചു. അവരിലും പലരും എന്നോടൊപ്പം ഈ ജ്ഞാനം കേൾക്കാനായിട്ട് വന്നു. അവരിലും ഞാൻ വളരെയേറെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എനിക്ക് മാനസികമായിട്ട് വളരെയേറെ സന്തോഷമാണ് ഉണ്ടായത്. കുടുംബത്തിലും അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ളവർക്കും വളരെയേറെ സന്തോഷം അനുഭവപ്പെടുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായി. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ പറയാറുണ്ട്, വളരെയേറെ വ്യത്യാസം നിന്നിൽ കാണുന്നുണ്ട്. എന്താണ് ഈ വ്യത്യാസത്തിൻ്റെ കാരണം? ഒരു ദിവസം പോലും ക്ലാസ്സിൽ പോകാതിരിക്കാൻ ഉള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കാറില്ല. ഇപ്പോൾ അതിനു വേണ്ടിയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവരെനിക്ക് തരുന്നുണ്ട്. ഇപ്പോഴ് സ്വയം ശാന്തി നിറഞ്ഞ ആത്മാവാണു ഞാൻ എന്ന തിരിച്ചറിവാണ് ശാന്തിയിലേക്കുള്ള ആദ്യപടി. ശാന്തമായ ചിന്തകൾ ശാന്തിയിലേക്ക് നയിക്കുന്നു. ചിന്തകൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിത്തീരുന്നു നമ്മൾ. അതിനാൽ ചിന്തകളുടെ മേൽ ചിന്ത വയ്ക്കൂ. ശാന്തിയെ മനസ്സിൽ കാത്തു സൂക്ഷിക്കൂ. ഇനി വീണ്ടും അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com. ഈ പരിപാടി വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.